പരസ്പരം ഒന്നാകാൻ ഒരുങ്ങിയ ആ നിമിഷത്തിൽ തനു കാശിയെ തടഞ്ഞു. കാശിയേട്ടാ, എനിക്ക് പറ്റുന്നില്ല കാശിയേട്ടാ. കാശി ഒരു വേള സ്തംഭിച്ചുപോയി. ഇങ്ങനെയൊരു താല്പര്യം അല്പനേരം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. തനു പൂർണ്ണമായും തയ്യാറാകുന്നവരെ കാത്തിരിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ഇതിപ്പോൾ സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്. തനു തടയാതിരുന്നപ്പോൾ അവൾക്കും ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു നിമിഷം തന്നിനോട് ദേഷ്യം തോന്നിയെങ്കിലും തൊട്ടടുത്ത നിമിഷം അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതോടെ അതെല്ലാം പോയി. തനുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാശി. അവൻ്റെ നെഞ്ചിൽ മുഖം പോയി തനു കരഞ്ഞു. എന്താടാ, എന്താ പറ്റിയേ എൻ്റെ തനുവിന്? എനിക്കറിയില്ല കാശിയേട്ടാ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. കരച്ചിലടക്കാൻ പാടുപെട്ട് തനു പറഞ്ഞു. അയ്യേ, അതിനാണോ എൻ്റെ തനു ഇങ്ങനെ കരയുന്നത്? ഇത് നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നതല്ലേ? എൻ്റെ ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിന് പറ്റിപ്പോയതല്ലേ? തനു തലയാട്ടി. ആ, എന്തായാലും എന്തൊക്കെയായിരുന്നു? നല്ല ഭാര്യയാകില്ല, ഇഷ്ടമല്ല, ഒഴിവായി പോണം. കാശിയേട്ടൻ്റെ ജീവിതം നശിപ്പിക്കരുത്. ഇപ്പോൾ മനസ്സിലുറപ്പ് പുറത്തായല്ലോ. എന്തായാലും നന്നായി. നമുക്ക് സ്കോപ്പുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനിയൊക്കെ ശരിയാകും. കാശിയുടെ വാക്കുകൾ കേട്ടാണ് കണ്ണീരിനിടയിലും തനു പുഞ്ചിരിച്ചത്. ഇനിയിപ്പോൾ എന്നും ഒരു കൈനോക്കാം. എപ്പോഴാണ് ബിരിയാണി കിട്ടുന്നത് അറിയില്ലല്ലോ. അവൻ കുസൃതിയോടെ പറയുന്നത് കേട്ട് തനുവിൽ ലജ്ജയും ഭയവും ഒരുപോലെ നിറഞ്ഞു. കുറേ നാളായി തരുൺ കാവ്യയെ ഒന്ന് മര്യാദക്ക് കണ്ട് സംസാരിച്ചിട്ട്. ഇന്നലെ വന്നിട്ടും തനുവിൻ്റെ കൂടെ ഇരിപ്പാണ് പെണ്ണ്. ഒറ്റക്കൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കാവ്യയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ ഹാളിലേക്ക് കയറി വരുന്നത് കാണുന്നത്. എഴുന്നേറ്റ് മുഖം പോലും കഴുകാതെയാണ് വരവ്. ഒരു 3/4 ബനിയനുമാണ് വേഷം. ഉച്ചയിൽ കെട്ടിവെച്ച മുടിയൊക്കെ പാറി പറന്ന് കിടക്കുകയാണ്. തരുണിനെ കണ്ട് അവൾ തിരിച്ചു പോകാൻ തുടങ്ങി. അവനും പുറകെ പോയി. അതോടെ അവൾ തിരിഞ്ഞോടി. ഉമ്മറത്തേക്കുള്ള വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കയ്യിൽ പിടുത്തം കിട്ടിയത്. കാവ്യയെ വാതിലിൽ ചാരി നിർത്തി അവൻ അരികിലേക്ക് ചെന്നു. എന്താണ് എൻ്റെ കാവ്യക്കൊരു നാണമൊക്കെ? എന്ത്? എനിക്കൊരു കുഴപ്പമില്ല. ആണോ? അതും പറഞ്ഞ് അവൾ കാവ്യയുടെ കവളിൽ തൊടാൻ പോയി. അവൾ അവൻ്റെ കൈ പിടിച്ചു. ഉമ്മറത്തേക്ക് ഓടാൻ തുടങ്ങിയതും സ്റ്റക്കായി അവിടെ തന്നെ നിന്നു പോയി. പുറകെ അവിടേക്ക് നോക്കിയ തരുണും ഹരിപ്രസാദും ശിവപ്രസാദും കൃഷ്ണനും ഒരു മനോരമ പേപ്പറിനെ 3ആയി ഭാഗിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണടക്ക് മുകളിലൂടെ കൃഷ്ണൻ്റെ നോട്ടം കണ്ടതോടെ കാവ്യയുടെ ജീവൻ പോയി. അവൾ നൈസായി അകത്തേക്ക് വലിഞ്ഞു. പുറകെ പോകാൻ പോയ തരുണിനെ ശിവൻ തടഞ്ഞു നിർത്തി. എന്താ ഉണ്ണി ഈ കണ്ടത്? അത് ചെറിയച്ഛ, അത് എനിക്ക് കാവ്യയെ ഇഷ്ടമാണ്. തരുണിൻ്റെ കരണം പുകയുന്ന ശബ്ദമാണ് പിന്നെ എല്ലാവരും കേട്ടത്. ഇഷ്ടമാണല്ലേ? നിനക്ക് ഇത്ര ബോധമില്ലേ ഉണ്ണി? ആ കുട്ടിയും നീയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് അറിയാമോ? അറിവില്ലാത്ത പ്രായത്തിൽ അതെന്തെങ്കിലും പറഞ്ഞാലും തിരുത്തേണ്ടത് നീയല്ലേ? അതിന് പകരം അതിനേക്കാൾ കുഞ്ഞാവുകയാണോ നീ? ഹരി എത്ര ദേഷ്യത്തിൽ അവരാരും കണ്ടിരുന്നില്ല. തരുണിൻ്റെ കണ്ണു നിറഞ്ഞു. അത് അച്ഛൻ അടിച്ചത് കൊണ്ടല്ല, താൻ കാരണം ആ മനസ്സ് വിഷമിച്ചു കണ്ടതിനാലാണ്. അവൻ കൃഷ്ണൻ്റെ മുന്നിൽ ചെന്നു നിന്നു. ആ കൈയെടുത്ത് തൻ്റെ കയ്യിൽ പിടിച്ചു. ശരിയാണ്, പറഞ്ഞു തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ പറ്റിയില്ല. അത്ര സ്നേഹിച്ചു പോയി. പറിച്ചു കളയാൻ ആകാത്ത വിധം മനസ്സിൽ ഉറച്ചുപോയി. തന്നോട് അവളെ എനിക്ക് കാശി തനുവിനെ നോക്കുന്നു. അത്രക്കൊന്നും വരില്ലെങ്കിലും പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. തരുൺ പ്രതീക്ഷയോടെ അയാളെ നോക്കി. ആ മുഖത്തെ ഗൗരവം മാറുന്നതും മെല്ലെ അവിടെ ഒരു പുഞ്ചി വിടരുന്നതും അവൻ കണ്ടു. 7 വയസ്സ് അത്ര വലിയ വ്യത്യാസം ഒന്നുമല്ലടോ ഹരി. ഞാനും മാലതിയും 8 വയസ്സ് വ്യത്യാസമല്ലേ? കുട്ടികളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്തു പറയുന്നു? ഹരിയും ശിവനും പരസ്പരം നോക്കി. പക്ഷെ മോൾ പഠിച്ചു കൊണ്ടിരിക്കുകയല്ലേ? PG എങ്കിലും കഴിയാതെ കല്യാണം നടത്തുന്നത് എങ്ങനെയാ? നമുക്ക് നല്ലൊരു ദിവസം നോക്കി നിശ്ചയം നടത്തി വെക്കാം. കല്യാണം 2 കൊല്ലം കഴിഞ്ഞും മതി. എന്തേ? കൃഷ്ണൻ്റെ അഭിപ്രായം അവർക്ക് സ്വീകാര്യമായി തോന്നി. പക്ഷേ തരുണത് ഇഷ്ടമായില്ല. 2 കൊല്ലമോ? അപ്പോഴേക്കും എനിക്ക് വയസ്സ് 29 ആകും. അല്ലാതെ നിനക്ക് നാളെ തന്നെ കെട്ടിച്ചു തരാമടാ. ഉടനെ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ വയസ്സ് നോക്കി പ്രേമിക്കാൻ വയ്യായിരുന്നു. മുട്ടയിൽ നിന്ന് വിരിയാത്ത കുഞ്ഞിനെ പ്രേമിച്ചതും പോരാ, കല്യാണം ഉടനെ വേണം താനും. തരുൺ അടി കിട്ടിയ പോലെയായി. എന്നാലും ഇത്ര പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അച്ഛൻ്റെ ഒരു തല്ല് വേസ്റ്റായല്ലോ. അത് പിന്നെ പ്രണയത്തിന് വേണ്ടി മിനിമം ഒരു അടിയെങ്കിലും കൊള്ളൂ നീ. ഒരു ചമ്മി ചിരിച്ചു അവൻ അകത്തേക്ക് പോയി. ആ പോക്ക് കണ്ട അച്ഛന്മാർ മൂവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. പ്രാതൽ കഴിക്കുന്ന സമയത്താണ് ഹരി കല്യാണക്കാരും അവതരിപ്പിച്ചത്. എല്ലാവർക്കും താല്പര്യമുള്ള ബന്ധമായിരുന്നു അത്. മകൾ കുടുംബത്തിൽ തന്നെ കാണുമല്ലോ എന്നതാണ് മാലതിയുടെ ആശ്വാസം. തനക്കും നീലവും വ്യാപ്രായം എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് അവരുടെ കാര്യം കൂടി നോക്കണ്ടേ? അവർ ചോദിച്ചു. നീലുവിന് ജാതകവശാൽ 2 വർഷം കൂടി കഴിഞ്ഞ് മംഗലയോഗമുള്ളൂ. അപ്പോഴേക്കും തരുണിൻ്റെയും നടത്താം. തനക്ക് കൂടി ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം അല്ലേ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ശിവൻ ചോദിച്ചു.
തനയും നീരവും പരസ്പരം നോക്കി. തനയി തരുണിനെ നോക്കി. എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചെറിയച്ഛ. നിങ്ങൾ തന്നെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചോളൂ. നിശ്ചയം കഴിഞ്ഞ് ഒരു 6 മാസമെങ്കിലും സമയം തരണം കല്യാണത്തിന്. ആ നിബന്ധന മാത്രമേ എനിക്കുള്ളൂ, തനയ് പറഞ്ഞു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ നീരവിലായി. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അച്ഛ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. താരമോളെ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ സുമിത്ര ചോദിച്ചു. ഇത്രയും സമയത്തിനിടയിൽ ഇപ്പോഴാണ് അവരുടെ ശബ്ദം ഉയർന്നത്. ഞാൻ രാജീവിനെ വിളിച്ചു പറയാം. നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരും അന്വേഷിക്കട്ടെ, ഹരി പറഞ്ഞു. മകളുടെ അഭിപ്രായത്തേക്കാൾ മരുമകൻ്റെ അഭിപ്രായമാണ് പ്രധാനം. നീലുവിന് എന്നാണ് തിരികെ പോകേണ്ടത്? മാലതി ചോദിച്ചു. അത് അപ്പച്ചി, ആ ജോലി അത് പോയി. അവൻ മുഖം കുനിച്ചു പറഞ്ഞു. എന്ത് ജോലി പോയെന്നോ? എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? കാശി ചോദിച്ചു. ഇന്ന് രാവിലെയാണ് കാശിയേട്ട മെയിൽ വന്നത്. അല്ലെങ്കിലും എനിക്ക് എവിടേക്ക് തിരികെ പോകണമെന്നില്ല. എന്നാലും ജോലി പോകാൻ എന്താ കാരണം? തരുൺ ചോദിച്ചു. ഞാൻ റിസൈൻ ചെയ്തതാണ് ഏട്ടാ, അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പറഞ്ഞത് സത്യമല്ല എന്ന് മനസ്സിലായെങ്കിലും അവർ ഒന്നും പറയാൻ നിന്നില്ല. എന്തായാലും നന്നായി. ഇത്ര ദൂരം പോയി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും നിനക്കില്ലല്ലോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാം, ഗീത പറഞ്ഞു. മുതിർന്നവർ എല്ലാവരും അത് ശരിവെച്ചു. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കൊണ്ടുവരാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി വരാം. നിങ്ങൾ രണ്ടാളും വെറുതെ ലീവ് എടുത്ത് വരണ്ട. കാര്യമൊന്നുമില്ല. അതിന് ഞങ്ങൾ നിന്നെ കൊണ്ടുവരാൻ അല്ല വരുന്നത്. ട്രിവാൻഡ്രം കാണാൻ കറങ്ങുന്നു വരുന്നതാണ്. നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങി വരാൻ മതി. അവിടെ നിവർത്തിയില്ലാതെ നീര് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അവർ ട്രിവാൻഡ്രത്തിലേക്ക് തിരിച്ചു. രാവിലെ കതക് തുറന്ന് ദക്ഷ മുന്നിൽ നിൽക്കുന്ന നീലുവിനെ കണ്ടു ഞെട്ടി. പിന്നെ അത് സ്വാർത്ഥമായി മറച്ചു പിടിച്ച് ചിരിച്ചു കാട്ടി. ആഹാ, നീ ഇത് എവിടെയായിരുന്നു? ഒരു വാക്ക് പറയാതെ എവിടേക്കാ പോയത്? ഞാൻ എത്ര വിളിച്ചു നിന്നെ, എന്താ ഫോൺ എടുക്കാത്തത്? നീ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കാതെ എൻ്റെ ദക്ഷു. ഞാൻ ഒന്ന് അകത്തു കയറട്ടെ. അതും പറഞ്ഞ് നീലു അകത്തേക്ക് കയറി. കട്ടിലിൽ കയറിയിരുന്നു. നീ എന്തോ കമ്പനി ഇൻഫർമേഷൻ ചോർത്തിയെന്നോ, ചോദിക്കാൻ ചെന്ന് സിദ്ധാർത്ഥ സാറിനെ അടിച്ചു എന്നോ, ടെർമിനേറ്റ് ചെയ്തെന്നോ ഒക്കെ കേട്ടല്ലോ, ദക്ഷ അർത്ഥം വെച്ച് ചോദിച്ചു. അവളുടെ മുഖത്തെ പുച്ഛം നീലുവിന് കറക്റ്റായി മനസ്സിലായി. ഓ, അതൊക്കെ അസൂയക്കാർ വെറുതെ പറഞ്ഞ് നടക്കുന്നതാടി. അതെയോ? ദക്ഷ വിശ്വാസം വരാതെ ചോദിച്ചു. പിന്നെ അല്ലാതെ. തിരികെ ചെല്ലാൻ വീട്ടിൽ നിന്ന് വിളയോട് വിളി. എന്നാൽ പിന്നെ റിസൈൻ ചെയ്ത് അങ്ങ് പോകാം എന്ന് വിചാരിച്ചപ്പോൾ ആ സിദ്ധാർത്ഥ സാറിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നെങ്കിൽ ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിക്കണമെന്ന്. അയാൾക്ക് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന്. അത്രയും നന്നായി ഞെട്ടി. നീല തുടർന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുണ്ടാക്കിയതല്ലേ ഈ കഥയൊക്കെ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കമ്പനി ഇൻഫർമേഷൻ ചോർത്തി കിട്ടുന്ന നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ടല്ലോ ജീവിക്കാൻ. അതൊക്കെ ചില ആളുകളുണ്ട്. എത്ര ഉണ്ടെങ്കിലും ആർത്തി തീരെയില്ല. അതങ്ങനെയൊക്കെ അമ്മാതിരി ചിലവുകളല്ലേ. അതെല്ലാം മീറ്റ് ചെയ്യാൻ നോർമൽ രീതിയിൽ സാലറി കൊണ്ട് കഴിയില്ലല്ലോ. അങ്ങനത്തെ ആളുകളല്ലേ ഈ ചീപ്പ് മെത്തേഡിലൊക്കെ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നത്. അവർക്കുള്ളത് സമയമാകുമ്പോൾ കിട്ടും. ദക്ഷയുടെ മുഖം വിളറി. അയ്യോ, നീ വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ നിന്നെക്കുറിച്ചും പറഞ്ഞതല്ല, പൊതുവായി പറഞ്ഞതാ. അത് എനിക്കറിയില്ല. നീ എന്നെ ഉദ്ദേശിക്കില്ല എന്ന്. അവൾ ചമ്മൽ മറച്ചു വെച്ചു. അയ്യോ, ഇതെന്താ നിന്റെ മുഖത്തും കൊതുകോ? അതും പറഞ്ഞ് ദക്ഷയുടെ അടുത്തേക്ക് അവൾ നന്നായൊന്ന് പുകച്ചു നീരും. അത് എൻ്റെ ഐലൈനർ പടർന്നതായിരുന്നു, ദക്ഷ വിറച്ചുകൊണ്ട് പറഞ്ഞു. ചെവിയിൽ ഒരു മുഴക്കം മാത്രമേ കേൾക്കാനുള്ളൂ. അയ്യോ, എങ്കിൽ ഞാൻ തടവി തരാം. നീലു അടിച്ച ബാൾ ഒരു 4-5 തവണ മുറുക്കി തലോടി. വേദന കടിച്ചു പിടിച്ചു നിന്നെങ്കിലും ദക്ഷയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. സോറി ഡി, ഞാൻ കൊതുകാണെന്ന് വിചാരിച്ചാണ് അടിച്ചത്. നിനക്ക് വേദനിച്ചില്ലല്ലോ? ഹേയ് ഇല്ല. കണ്ണിൽ കൂടി പറക്കുന്ന പൊന്നീച്ചയെ അടിച്ചോടിക്കുന്നതിനിടയിൽ ദക്ഷ പറഞ്ഞു. നീ ഇന്ന് തന്നെ പോകുമോ? ഇപ്പോൾ തന്നെ പോവുകയാണ് മോളെ. ഏട്ടന്മാർ താഴെ വെയിറ്റ് ചെയ്യണം. തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വേഗത്തിൽ നീലു മുറിയിൽ നിന്നിറങ്ങി. പോകും വഴി ദക്ഷയെ കെട്ടിപ്പിടിച്ചു അടിച്ച കവളിൽ അമർത്തി ഒരു ഉമ്മയും കൊടുത്താണ് ഇറങ്ങിയത്. താഴെ എത്തിയപ്പോൾ ഏട്ടന്മാരെ കാണുന്നില്ല. ഫോണെടുത്ത് വിളിക്കാൻ പോയപ്പോഴേക്കും രണ്ടാളും എത്തി. നിങ്ങളിതെവിടെയായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവനെയൊന്ന് കാണാൻ പോയതാടി. എല്ലാം എടുത്തോ, ഇറങ്ങാം. തേനെ അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. കൈയാണോ കാലാണോ എടുത്തത്? എന്ത്? സിദ്ധാർത്ഥ സാറിൻ്റെ. തരുണും തനയും നിഷ്കളമായി ഒന്ന് ശയിച്ചു കാണിച്ചു. മിഷൻ ട്രിവാൻഡ്രം അവിടെ അവസാനിച്ചു. ഷകുമുഖം ബീച്ചിലും മ്യൂസിയത്തിലുമൊക്കെ കറങ്ങി നേരം വൈകിയാണ് തൃശ്ശൂരിലെത്തിയത്. അന്നവർ തനുവിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചു.